വെൽക്കം ബാക്ക് റോക്ക് ടോക്സ്. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ പോരാളികൾ ഔട്ടായിരിക്കുകയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു പുറത്താകൽ. പിന്നെ ഞാൻ പക്ഷേ ഏറ്റവും കാത്തിരിക്കുന്നത് RCB വേഴ്സസ് പഞ്ചാബ് ഫൈനൽ തന്നെയാണ്. ആര് നേടും എന്നുള്ളതാണ്. ശരിക്കും RCB നേടുന്നുണ്ട്, പക്ഷേ പ്രീതി സിന്ധയുടെ മുഖം കാണുമ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുക, ആരൊപ്പം നിൽക്കണമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആരൊപ്പാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അരുൺ ആരൊപ്പാ? ഞാൻ ന്യൂട്രലാ. ആരെടുത്താലും പ്രശ്നമല്ലേ? ആരെടുത്താലും കുഴപ്പമില്ല. രണ്ട് ടീമുകളും 18 വർഷമായിട്ട് കാത്തിരിക്കുന്നത്, അതായത് RCB മാത്രമല്ല പഞ്ചാബും 18 വർഷമായിട്ട് കാത്തിരിക്കുന്നത് ആ ഒരു കിരീടത്തിന് വേണ്ടി തന്നെയാണ്. രണ്ട് ടീമുകളിലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വിരാട് കോഹ്ലിയും പ്രീതി സിന്ധയും. അപ്പോൾ എന്തായാലും പുതിയൊരു ചാമ്പ്യന്മാർ ഈ സീസണിൽ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ മുംബൈയോടും പുറത്തായ സ്ഥിതിക്ക് ഈ സീസൺ പുതിയൊരു ചാമ്പ്യന്മാരുടെ കയ്യിലിരിക്കും IPL ട്രോഫി. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആരാണെന്ന് വെച്ചാൽ പ്രെഡിക്റ്റ് ഇപ്പം തന്നെ ചെയ്യുക. അപ്പം എന്തായാലും ഇന്നലത്തെ കളി നടക്കാം അല്ലേ? നമുക്ക് എന്ത് പറ്റും? മുംബൈ തോറ്റുപോയി. മഴ മൂലം അല്പം വൈകി തുടങ്ങിയ മത്സരത്തിൽ പക്ഷേ ദൈവങ്ങൾ മുംബൈയോടൊപ്പം നിന്നില്ല. ഇന്നലെ പഞ്ചാബിനോട് 5 വിക്കറ്റിന് തോൽക്കേണ്ട അവസ്ഥ. അതുമൂലം അവർ പുറത്തായിരിക്കുകയാണ്. അങ്ങനെ പഞ്ചാബ് ഫൈനലിലോട്ട് എത്തിയിരിക്കുന്നു. ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ക്യാപ്റ്റൻ്റെ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ രണ്ടാമത്തെ ഫൈനൽ, അതും വ്യത്യസ്ത ടീമുകൾക്ക് വേണ്ടി രണ്ടാമത്തെ ഫൈനൽ അദ്ദേഹം ക്യാപ്റ്റൻസി ഏറ്റെടുത്ത 3 ടീമുകളെയും ഫൈനലിലേക്ക് എത്തിക്കുന്ന ഒരു അപൂർവ നേട്ടം. അതിലടുപ്പിച്ച് രണ്ടാമത്തെ ഫൈനൽ. സത്യം പറഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് ക്യാപ്റ്റൻ, അതൊക്കെയാണ് ശ്രേയസ് അയ്യർ. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മൊമെൻറ്റിലാണ് അദ്ദേഹത്തിന് അർഹിച്ചൊരു അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 5ഓളം അൺക്യാപ്ഡ് പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമിനെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ IPL ഫൈനലിലേക്ക് ടീമിനെ എത്തിച്ചത്. മറ്റേതെങ്കിലും ഇപ്പോൾ ധോണിയോ രോഹിത്തോ അല്ലെങ്കിൽ കോഹ്ലിയോ ഈവൻ ഹർദിക് പാണ്ഡ്യ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഭയങ്കരമായിട്ട് പ്രശംസ പിടിച്ചു പറ്റേണ്ട ഒരു കാര്യമായിരുന്നു. ശ്രേയസ് അയ്യർക്ക് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്, പല ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം കൊൽക്കത്തയെ കിരീടം അടുപ്പിച്ചപ്പോൾ പോലും ക്രെഡിറ്റ് പോയത് ഗംഭീറിനാണ്. അങ്ങനെ കൊൽക്കത്ത അവരുടെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നു, പഞ്ചാബ് അദ്ദേഹത്തിന് എടുക്കുന്നു. അദ്ദേഹം വീണ്ടും പഞ്ചാബിനെ ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ ആരും അങ്ങനെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനൊന്നും വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഫലം. ആസ് എ ബാറ്റർ എന്ന രീതിയിൽ 500-ലധികം പ്ലസ് റൺസ് ടീമിന് വേണ്ടി അടിച്ചു കഴിഞ്ഞു. ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മികച്ച തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ചേഞ്ചസും കാര്യങ്ങളെല്ലാം ഗ്രൗണ്ടിൽ കണ്ട്. അപ്പോൾ ഇന്നലെ മുന്നിൽ നിന്ന് അയച്ച ഒരു ഫൈനൽ, ആസ് എ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് നോക്ക് തന്നെയായിരുന്നു ഇന്നലെ. അതുപോലെ ഏറ്റവും കൂടുതൽ 6കൾ പറഞ്ഞൊരു പ്ലേ ഓഫ് മത്സരം ഒരു ക്യാപ്റ്റൻ്റെ ബാറ്റിൽ നിന്ന്. അങ്ങനെ അനവധി റെക്കോർഡുകൾ വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ നീ എന്ത് പറഞ്ഞ? രോഹിത്തും ബുംറയും മാത്രം കളിച്ചാൽ മതി മുംബൈ ജയിക്കാൻ. ഇവർ രണ്ടുപേരും ഇന്നലെ കളിച്ചില്ല, അതുകൊണ്ടാണ് മുംബൈ തോറ്റത്. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, 16 ഓവറുകളിൽ എതിർ ടീമിന് ജയിക്കണം, കാരണം ബാക്കി 4 ഓവർ എറിയുന്ന ബുംറയാണെന്ന്. ഇന്നലെ ഏത് ബുംറ തീർന്നു, ബുംറേനൊക്കെ തട്ടി എന്ന് പറയുന്ന രീതിയിൽ. അതായത് ഒരു ഓസ്ട്രേലിയൻ ഇതാണ് കേട്ടോ, ഒരു ഓസ്ട്രേലിയൻ രീതിയാണത്. എതിരെ നിൽക്കുന്ന ബോളർ ആരാണെന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കുന്ന പരിപാടി അവിടെ ഇല്ല. ഇന്നലെ ഇംഗ്ലീഷ് ചെയ്തു അതാണ്. ബുംറയ്ക്ക് ഓൾറെഡി ഒരു വിക്കറ്റ് പോയി അല്പം പ്രഷറിൽ നിൽക്കുന്ന ഓസ്ട്രേലിയൻ ടീം കുറച്ചുകൂടി ഒരു പ്രഷറൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓവറായിരുന്നു അത്. ബുംറയുടെ ഓവറിൽ നോർമലി 7-8 റൺസ്, അതിനപ്പുറത്തോട്ട് വരാറില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് 20 റൺസ് അവിടെ ബുംറയ്ക്കെതിരെ അടിക്കുന്നത്. അവിടെ തന്നെ ആ ഒരു മൊമെൻറ്റം, ആ ഒരു വിക്കറ്റ് പോയിട്ട് കിട്ടിയ ആ ഒരു മൊമെൻറ്റം മുംബൈ കൈവിടുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിലെ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ വരുന്ന ആ ഒരു ഓവറിലാണ്, 20 റൺസ് ഓവറിൽ വരുന്നതിലാണ്. പിന്നീട് ശ്രേയസ് അയ്യർ ഇന്നലെ ബുംറയെ നേരിട്ട രീതി, സ്റ്റെംസിനും കുറച്ച് ഇഞ്ചുകൾ മാത്രം പുറകിൽ വന്ന് കുത്തുന്ന പെർഫെക്റ്റ് യോർക്കറുകൾ, ബുംറയുടെ ആയാലും ബോൾട്ടിൻ്റെ ആയാലും അതിസുന്ദരമായി ബൗണ്ടറിയിലേക്ക് തിരിച്ചു വിടുന്ന കാഴ്ച. എത്രത്തോളം മികച്ച ഒരു ബാറ്റ്സ്മാനാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചൊരു മത്സരം കൂടിയായിരുന്നു ഇന്നലെ. പലപ്പോഴും സ്പിന്നേഴ്സിനെതിരെ മാത്രം ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആയിട്ടാണ് ശ്രേയസ് അയ്യരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ അദ്ദേഹം പേസർമാരെ നേരിട്ട രീതി അത് എടുത്ത് തന്നെ പറയണം. അത്രയും സുന്ദരമായിട്ടാണ് അദ്ദേഹം നല്ല 6കൾ അടിച്ചുകൊണ്ടിരുന്നത്. ടോപ്പിലേക്കെതിരെയുള്ള ഒരു ഹാട്രിക് 6, അവിടെയാണ് കളിയുടെ സെക്കൻഡ് ടേണിംഗ് പോയിന്റ് വരുന്നത്. റിക്വയർഡ് റൺ റേറ്റ് 12ഓളം വേണ്ട സാഹചര്യത്തിൽ 9-ലും 10ൻ്റെ ഇടയിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാഴ്ചയായിരുന്നു പഞ്ചാബ്. അവിടെയാണ് ടോപ്പ്ലൈഡ് ഓവറിൽ ഹാട്രിക് 6 വരുന്നതും കളി വീണ്ടും പഞ്ചാബിൻ്റെ ഭാഗത്തോട്ട് തിരിയുന്നതും. എനിവേ പഞ്ചാബ് ഇന്നലെ അവരുടെ ആ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഒരു മത്സരം മാത്രം അകലെ ഫൈനലിലോട്ട് എത്തിക്കുകയാണ്. മറുഭാഗത്ത് അതേ പഞ്ചാബിന് എന്താണോ വേണ്ടത് അതേ രീതിക്ക് തന്നെ 18 വർഷമായിട്ട് കിരീടം കാത്തിരിക്കുന്ന RCB എന്തായാലും ഫൈനൽ എല്ലാം കൊണ്ടും ഒരു അർഹിച്ച കരങ്ങളിൽ തന്നെ കിരീടം എത്തുന്ന ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കും. ഇനി മത്സരത്തിലോട്ട് നമ്മൾ വരാം. ഇന്നലെ ടോസ് പഞ്ചാബിനായിരുന്നു. പഞ്ചാബ് ബോളിംഗ് തിരഞ്ഞെടുത്തു. കാരണം അഹമ്മദാബാദിൽ ചേസി എന്നവർക്കുള്ളൊരു അഡ്വാൻറ്റേജ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അവിടെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ഒരു ടീമാണ് പഞ്ചാബ്, അതുപോലെ തന്നെ മോശം റെക്കോർഡുള്ള ടീമാണ് മുംബൈ. ടോസിൽ തന്നെ സത്യം പറഞ്ഞാൽ കളിയുടെ ഒരു വിധി എഴുതപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഒരു പരിധി വരെ പറയാം.
അങ്ങനെ വളരെ ഒരു നല്ല സ്റ്റാർട്ട് തന്നെയാണ് പഞ്ചാബിന് കിട്ടിയത്. കഴിഞ്ഞ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായ രോഹിത് ശർമ്മ പുറത്താവുന്നൊരു കാഴ്ച, അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തായി പോയി. ഒരു ചാൻസ് അദ്ദേഹത്തിന് കിട്ടി, പക്ഷേ അത് മുതലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം സ്റ്റോയിൻസിൻ്റെ ഓവറിൽ പുറത്താവുന്നു. പക്ഷേ ഇന്നലെ ബെയർസ്റ്റോ എങ്ങനെയാണ് അദ്ദേഹം അൺസോൾഡ് ആയത് എന്നറിയില്ല. കാരണം അത്രയും ഒരു പവർ ഹിറ്ററായിട്ടുള്ളൊരു ഓപ്പണർ, ഇന്നലെയും 38 റൺസ് അദ്ദേഹം സ്കോർ ചെയ്ത് ആ ഒരു ആദ്യത്തെ ഒരു പവർ പ്ലേ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. അതുപോലെ തിലക് വർമ്മയും സൂര്യകുമാർ യാദവിൻ്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ്, സൂര്യകുമാർ യാദവ് ഇന്നലെ സ്വന്തമാക്കിയിരിക്കുന്നൊരു നേട്ടം എന്ന് പറയുന്നത് ഒരു ഓപ്പണർ ബാറ്ററുടെ ലോകത്ത് കടന്ന എല്ലാ T20 ലീഗുകളും എടുത്ത് നോക്കിയാലും ഒരു ഓപ്പണർ ബാറ്ററുടെ ഏറ്റവും മികച്ച ഒരു ടൂർണമെൻറ്റിലെ സ്കോറാണ് അദ്ദേഹം ഇന്നലെ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. AB de Villiersൻ്റെ പേരിൽ IPL AB de Villiers 2016 എടുത്ത ആ ഒരു റെക്കോർഡാണ് സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. ആ രണ്ടുപേരും കൂടി ഒരു 50 റൺസ് പാർട്ട്ണർഷിപ്പ് വരുന്നു. തിലകും സൂര്യകുമാർ യാദവും ചേർന്ന് ഒരു 50 റൺ പാർട്ട്ണർഷിപ്പ് വരുന്നു. അവിടെയൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ ബിൽഡാകണം. ഇവിടെ ആ ഒരു മിഡിൽ ആ ഒരു ബാറ്റിംഗ് രീതി, അത് നമ്മൾ അത്രയും നല്ല രീതിക്കാണ് അവർ നല്ല സ്കോർ ബിൽഡ് ചെയ്തുകൊണ്ടുപോയത്. പക്ഷേ ഇന്നലെ ചഹലിൻ്റെ ഓവറിൽ സൂര്യകുമാർ യാദവ് പുറത്താവുന്നു. അതുപോലെ ജെയിംസൻ്റെ ഓവറിൽ തിലക് വർമ്മ പുറത്താവുന്നു. പിന്നീട് വരുന്നത് നമൻദീറും ഹർദിക് പാണ്ഡ്യയാണ്. ഹർദിക് പാണ്ഡ്യ നമ്മൾ ഈ എൻ്റയർ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആസ് എ ബാറ്റർ എന്ന രീതിയിൽ RCBക്കെതിരെയും അതുപോലെ രാജസ്ഥാനെതിരെയും നേടിയ ഒരു 40+ ഒഴിച്ചു കഴിഞ്ഞാൽ തീർത്തും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് സീസൺ 225 റൺസ് മാത്രമാണ് സ്കോർ ചെയ്തേക്കുന്നത്. അതും അത്രയും ഒരു പവർ ഹിറ്ററാണ് ഹർദിക് പാണ്ഡ്യ. അപ്പോൾ ഇന്നലെ ബാറ്റിങ്ങിൽ വീണ്ടും അദ്ദേഹം പരാജയപ്പെടുന്നു. 13 ബോളിൽ 15 റൺസ് മാത്രം. അപ്പുറത്ത് നമൻദീറിൻ്റെ ഒരു വെടിക്കെട്ടില്ലായിരുന്നെങ്കിൽ 200-ന് മുകളിൽ പോലും മുംബൈ പോയില്ലായിരുന്നു. അപ്പോൾ ആസ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് വരുന്നുണ്ട്. പക്ഷെ അതിൽ ഞാൻ കാര്യമില്ലെന്ന് പറയുള്ളൂ. കാരണം ജയിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ബുംറ, സ്കൈ, രോഹിത്, തോൽക്കുമ്പോൾ പാണ്ഡ്യ, അത് ശരിയല്ലല്ലോ. കാരണം പക്ഷേ ആസ് എ ബാറ്റർ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ വിമർശിക്കും. കാരണം അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നാലും. അപ്പോൾ മുംബൈയുടെ ആ ഒരു സ്കോർ ഒരു 220-ന് മുകളിലോട്ടൊക്കെ പോകേണ്ട ആ സ്കോർ 203-ലെത്താൻ കാരണം ഹർദിക് പാണ്ഡ്യയുടെ ആ ഒരു സ്ലോ ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം മോശം റൺസ് അല്ല, എന്നാലും മോശം ബാറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ലല്ലോ ടീമിന്റെ. എൻ്റെ മുംബൈയുടെ മുംബൈ ഡീസൻ്റ് ആയിരുന്നു. ഒരു 10-20 റൺ കുറഞ്ഞു പോയിന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ഒരു 20 റൺ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വേറെയാണ്. 203 എന്ന് പറയുന്നതും 223 എന്ന് പറയുന്നതിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അത് എതിർ ടീമിൻ്റെ മെൻറ്റാലിറ്റീനെ അത് ബാധിക്കും. അപ്പോൾ ഇന്നലെ അദ്ദേഹം 13 ബോളിൽ നിന്ന് 15 റൺസ് എടുക്കുന്ന ആ സാഹചര്യത്തിൽ ഒരു 25-30 വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സ്കോറിൻ്റെ ഒരു ഇത് മാറിയാനെ. അപ്പോൾ ഇന്നലെ അദ്ദേഹം ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ നമൻദീർ ആസ് യൂഷ്വൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വിക്ക് ഇന്നിങ്സ് അത് ഇന്നലെ ഒരു 203 എന്ന് പറഞ്ഞ സ്കോറിലോട്ട് എത്തിക്കാൻ മുമ്പ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്നലെ ജെയിംസൻ്റെ ബോളിംഗ് എടുത്ത് പറയണം. അദ്ദേഹത്തിൻ്റെ സ്ലോ ബൗൺസേഴ്സൊക്കെ പിക്ക് ചെയ്യാൻ നല്ല രീതിക്ക് പാടുപെട്ടിരുന്നു മുംബൈ ബാറ്റ്സ്മാൻമാർ. അദ്ദേഹമാണ് ഇന്നലെ ഏറ്റവും മികച്ച രീതിയിൽ പന്ത് എറിഞ്ഞത് എക്കണോമിക്കലി. ബാക്കി അർഷദീപ് അടക്കം മോശം പന്തുകളൊക്കെ അവസാനം ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് അടിമേടിക്കുന്ന കാഴ്ച. 203 എന്ന് പറയുന്ന സ്കോർ എന്ന് പറയുമ്പോൾ 200+ ആണ്. 200+ ഡിഫെൻഡ് ചെയ്യുമ്പോൾ മുംബൈ ഇതുവരെ തോറ്റിട്ടില്ല. അപ്പൊ മുംബൈ ആരാധകർക്കൊക്കെ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ മോശം ബാറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല സ്കോറൊക്കെ എടുത്തിട്ടുണ്ട് ജയിക്കാനുള്ളത് മുംബൈക്ക്. പിന്നെ 16 ഓവറുകൾ ഡിഫെൻഡ് ചെയ്താൽ മതിയല്ലോ, ബാക്കി ബുംറ നോക്കിക്കോളൂ. പക്ഷെ അതുപോലെ ഇന്നലെ സ്റ്റാർട്ടിങ് പ്രഭ്സിമ്രാന്റെ വിക്കറ്റും പോകുന്നു. ഭയങ്കര സ്ട്രഗിൾ നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്നലെ ഇംഗ്ലീഷിന്റെ ആ ഒരു ഇന്നിങ്സ്, അതുപോലെ നെഹൽ വധേരയുടെ ഒരു ഇന്നിങ്സ്, അത് എടുത്ത് പറയാൻ കേട്ടോ. ഈ ഒരു IPL ഇത്രയും ഒരു പ്രസവ സിറ്റുവേഷനിൽ 3 വിക്കറ്റ് പോയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹവും അതുപോലെ ശ്രേയസ് അയ്യരും കൂടിയുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു മികച്ചൊരു പാർട്ട്ണർഷിപ്പ് അവിടെ വരുന്നു. അപ്പോൾ നെഹൽ വധേരയുടെ ക്യാച്ച് ബോൾട്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു പക്ഷേ ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ കളി മാറിയാണ്. ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത്തിൻ്റെ ക്യാച്ച് കോട്ട്സെ വിടുന്നു, അവിടെ രോഹിത്ത് ഗെയിം ചേഞ്ചർ ആവുന്നു. അപ്പോൾ ഇന്നലെ നെഹൽ വധേരയുടെ ആ ഒരു ക്യാച്ച് ബോൾട്ട് വിട്ടില്ലായിരുന്നെങ്കിൽ കളി മാറിയാനെ. എന്തായാലും അവസാനം അശ്വിനി കുമാറിൻ്റെ ഓവറിൽ 4 സിക്സറുകൾ പായിച്ച് ശ്രേയസ് അയ്യർ അങ്ങനെ ടീമിൻ്റെ വിജയശില്പിയാവുന്നൊരു കാഴ്ച. എന്തായാലും ആസ് എ ബാറ്റർ, ആസ് എ ക്യാപ്റ്റൻ, ആസ് എ ലീഡർ അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് സീസൺ തന്നെ. ഈ വർഷത്തെ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയുടെ ഫൈനലിൻ്റെ ഒരു ആവർത്തനം, പട്ടിദാർ വേഴ്സസ് ശ്രേയസ് അയ്യർ അങ്ങനെ ഏറ്റുമുട്ടാൻ പോകുന്നു IPL ഫൈനലിൽ. എന്തായാലും പ്രതീക്ഷകൾ ഒരുപാടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരാം, പ്രിവ്യൂ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളും കമൻ്റ് ആയിട്ട് ഇടുക. അതുപോലെ തന്നെ RCB വേഴ്സസ് പഞ്ചാബ് ആര് ജയിക്കുന്നുള്ളതും കമൻറ്റ് ചെയ്യുക.